മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേഴ്സസ് ടൈമിൻ്റെ അനുഗ്രഹപ്രദമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ ഇപ്രകാരം പറയുന്നു: ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിൽ ക്രൂശിതനായ ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ എൻ്റെ ദൃഷ്ടികൾ ഉറപ്പിക്കും. കരുണാർദ്രമായ ആ ഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന സ്നേഹജ്വാലകൾ സഹനങ്ങളോട് യുദ്ധം ചെയ്യുവാനുള്ള ശക്തിയും ആത്മധൈര്യവും കൊണ്ട് എന്നെ നിറയ്ക്കും. ഇന്ന് ബഹ്റിൻ നേഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങൾ സ്പിരിച്വൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ ക്ഷമ, ആത്മസംയമനം ഇവയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജേക്കബ് കെല്ലൂള, ദി സീറോ മലങ്കര സെറി കാത്തലിക് ചർച്ച് ട്രിവാൻഡ്രം മേജർ ആർച്ച് ഡയസിസ് അംഗമാണ്. ഞാൻ നോർത്തേൺ വികാരിയേറ്റിൽ അഭിനയ ആൽദോ ബറാഡി മെത്രാപ്പോലിത്ത തിരുമനസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബഹ്റിൻ സേക്രഡ് ഹാർട്ട് കാത്തലിക് ചർച്ചിൽ അസിസ്റ്റൻ്റ് പ്രീസ്റ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം ഈ വികാരിയേറ്റിൻ്റെ ഫാമിലി മിനിസ്ട്രിയുടെ ഡയറക്ടറും അതോടൊപ്പം ബഹ്റിൻ മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ പേര് മഞ്ജു. ഞാൻ ബഹ്റിനിൽ നേഴ്സായി 5 വർഷമായി ജോലി ചെയ്യുന്നു. എൻ്റെ കുടുംബം നാട്ടിലാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത ചിറക്കടവ് സെൻറ്റ് എഫ്രൈം ഇടവകാംഗമാണ്. അച്ഛാ, എൻ്റെ പേര് ഷീബ. ഞാൻ ബഹ്റിനിൽ 20 വർഷമായി നേഴ്സായി ജോലി ചെയ്തു വരുന്നു. കുടുംബത്തോടൊപ്പം ഇവിടെ താമസിക്കുന്നു. നാട്ടിൽ കൊല്ലം രൂപതയിൽ കുമ്പളം സെൻറ്റ് മൈക്കിൾസ് ഇടവകാംഗമാണ്. അച്ഛാ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മസംയമനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പൂർണ്ണമായി കൈവരിക്കുവാൻ സാധിക്കുമോ? അച്ഛനൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 തിരുവചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫലങ്ങളാണ് ക്ഷമ, ആത്മസംയമനം എന്നുള്ളത്. ആത്മസംയമനത്തോടുകൂടി സമീപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ നമ്മൾ തിരിച്ച് പെരുമാറുക എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് സംയമനത്തോടുകൂടി അതിനെ സമീപിക്കുക എന്നുള്ളതാണ്. അവസാന നാളുകളിൽ ഈശോയെ പല രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഈശോയെ പിശാച് ബാധിതൻ എന്നും പിശാച് ബാധിതൻ്റെ തലവനെ കൊണ്ട് പിശാചുകളെ ബഹിഷ്കരിക്കുന്നുവെന്നും ഭ്രാന്തനെന്നും തച്ചൻ്റെ മകനെന്നും ഒക്കെ പറഞ്ഞ് ഈശോയെ പല വിധത്തിൽ പ്രകോപിപ്പിക്കുമ്പോൾ ഈശോ അവരോട് കാണിക്കുന്ന ഒരു സമീപനം എന്നുള്ളത് ആത്മസംയമനത്തിൻ്റെ കൃപയുടെ ഒരു വഴിയാണ്, ഒരു രീതിയാണ്. കാരണം അവിടെയൊക്കെ ഈശോ ക്ഷമിച്ചുകൊണ്ട് അവരെ സമീപിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ച് ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഒരു പുണ്യമാണ് ആത്മസംയമനം എന്നുള്ളത്. അപ്പോൾ ഇത് കൈവരിക്കുവാൻ ദൈവാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്നൊരു പുണ്യമല്ല. അതിലുപരിയായിട്ട് പ്രാർത്ഥന മുഖാന്തരം നമ്മളെ തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഒരു മാറ്റത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഈ പുണ്യം നമുക്ക് കൈവരിക്കുവാനും മറ്റുള്ളവരോട് ഏത് രീതി നമ്മോട് പെരുമാറിയാലും അവരോട് ആത്മസംയമനത്തോടു കൂടി നമുക്ക് സമീപിക്കുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പുണ്യത്തിന് വേണ്ടി, ഈ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അച്ഛാ, ജോലി മേഖലയിൽ നമ്മെ നിരന്തരമായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ദൈവസ്നേഹത്തെ പ്രതി നമുക്ക് നേടാൻ പറ്റും? നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പ്രത്യേകമായിട്ട് ഈശോ പറയുന്ന ഒരു പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
മകൻ്റെ തിരിച്ചു വരവ് കാത്തുകൊണ്ട് വാതിൽപ്പടിയിൽ കാവൽ നിൽക്കുന്ന ഒരു പിതാവിനെ കുറിച്ചാണ്. അവിടെ സ്നേഹമുണ്ട്, അതിലുപരിയായിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ ക്ഷമയോടെ അവനെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആ പിതാവ് രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പിതാവിനൊരു ഉള്ളിലൊരു ഭയമുണ്ട്. കാരണം ഈ ഇളയ മകൻ എല്ലാം ദൂർത്തടിച്ച് തിരികെ വരുമ്പോൾ മൂത്ത സഹോദരൻ കാണുകയാണെങ്കിൽ ആദ്യം എങ്ങനെ അവനോട് പെരുമാറും എന്നൊരു ഭയം ഈ പിതാവിന് ഉള്ളിലുള്ളതുകൊണ്ട് ധൂർത്തപുത്രന് വേണ്ടി സ്വന്തം ഭവനത്തിൽ കാവൽ നിൽക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ക്ഷമയുടെ വലിയ പാഠമാണ്. അപ്പോൾ ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ നമ്മൾ പലവിധമായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടുകയും അവരുമായിട്ട് ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുക എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുക, മറ്റൊരാളായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉൾക്കൊള്ളുവാൻ. ആ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുന്ന പിതാവിൻ്റെ മനോഭാവം, മകനാണെന്നറിയാം, വഷളായിട്ടുണ്ടെന്നറിയാം, തെറ്റിൻ്റെ വഴിയെ പോയിട്ടുണ്ടെന്നറിയാം, പാപം ചെയ്തിട്ടുണ്ടെന്നറിയാം, സമ്പത്തെല്ലാം ദൂർത്തടിച്ചിട്ടുണ്ടെന്നറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവനെ സ്നേഹിക്കാൻ കഴിയുക. ഇത് നമ്മുടെ ശുശ്രൂഷയെ നമ്മെ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കൊരവസ്ഥയുണ്ട്, ഒരു ജീവിത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് പരിഹാരമുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അവനെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നത് ഈ കൃപയുടെ ഭാവമാണ്, ക്ഷമയുടെ അവസ്ഥയാണ്. ക്ഷമിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കും. അപ്പോൾ ഇതൊരു കൃപയാണ്. എല്ലാവർക്കും അത് പറ്റത്തില്ല അല്ലേ? നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാണ്? ഇങ്ങോട്ട് ഒന്ന് കിട്ടിയ രണ്ട് തിരിച്ചു കൊടുക്കുന്ന മനോഭാവം. ഈശോ പറയുന്നത് അങ്ങനെയല്ല. എന്താണ്? ഇങ്ങോട്ട് രണ്ട് ചെയ്യുന്നവന് അവനോട് ക്ഷമിച്ചുകൊണ്ട് അവനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. അപ്പം ക്ഷമയുടെ അവസ്ഥകളൊക്കെയും പ്രാർത്ഥനയുടെ അവസ്ഥയാക്കി മാറ്റണം. നമുക്കൊരു വേദനയുണ്ട്, ഒരാളിൽ നിന്ന് തെറ്റായിട്ടൊരു ചിന്താഗതി, ഒരു പ്രവൃത്തി, കുറ്റാരോപണം അല്ലെങ്കിൽ അധിക്ഷേപങ്ങളൊക്കെ കൈവരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു മനോഭാവവും ആ പ്രാർത്ഥനയോടുകൂടി അവരോട് ക്ഷമിക്കാനുള്ള ഒരു അവസ്ഥയും നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തണം എന്നുള്ളതാണ്. ദൈവം നമുക്ക് കാണിച്ചു തരുന്ന മാതൃക അതാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ആ പിതാവ് കാണിച്ചു തരുന്ന സ്നേഹത്തിൻ്റെ ഭാഷ്യവും അതുതന്നെ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. ഈ ഒരു മനോഭാവം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ മറ്റുള്ളവരോട് നമുക്ക് ഒരു ക്രിസ്തീയ മനോഭാവത്തോടു കൂടി മറ്റുള്ളവരുടെ ജീവിതത്തെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധരുടെ ജീവിതത്തിൽ കാണുന്നത് പോലെയുള്ള ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്ക് എങ്ങനെ നമുക്കും വളരുവാൻ സാധിക്കുമെന്ന് അച്ഛനൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും സെമിനാരി ജീവിതത്തിലും അനേക വിശുദ്ധരെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അനേക ജീവിതങ്ങൾ സാക്ഷ്യമായിട്ട് മുമ്പിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും എന്നെ സ്വാധീനിച്ചതുമായിട്ടുള്ള ഒരു കാര്യം വിശുദ്ധ സെൻറ്റ് ഗൊരേത്തി പുണ്യവതിയെക്കുറിച്ചാണ്. തൻ്റെ യൗവനകാലത്ത് 14-ാമത്തെ വയസ്സിൽ റേപ്പിന് ഇരയാകുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളൊക്കെയും ഇല്ലാതായി ഒരു മനുഷ്യൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി അവളെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ അത് നിഷേധിക്കുമ്പോൾ ഏതാണ്ട് 20-ൽ പരം കുത്തുകൾ ശരീരത്തിൽ ഏൽക്കേണ്ടി വരുന്നുണ്ട് ആ യൗവന പ്രായത്തിൽ തന്നെ. പക്ഷേ അവിടെയൊക്കെ അവൾ ആ വ്യക്തിയോട് ക്ഷമിക്കുകയാണ്. അതിനുശേഷം ഈ വ്യക്തി മാനസാന്തരപ്പെടുകയും ഈ പെൺകുട്ടിയുടെ ഗൊരേത്തിയുടെ അമ്മയുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുന്ന ഒരവസരമുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ആ അമ്മയുടെ മനോഭാവത്തിലൂടെ ഒന്ന് കടന്നു പോകണം. താൻ ഓമനിച്ച് വളർത്തിയ ആ മകള് പീഡനത്തിന് ഇരയാകുക മാത്രമല്ല ഏതാനും കുത്തുകൾ ശരീരത്തിൽ ഏൽക്കേണ്ടി വരുന്നു. അതോടുകൂടി ആ മകൾ മരണപ്പെടുന്നു. അപ്പോൾ ആ മകള് ഈ അമ്മയെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. കാരണം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവനോട് ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മകളുടെ അമ്മയാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ
അവനെ സ്വീകരിക്കുകയും അവനോട് മകൾക്ക് വേണ്ടി ക്ഷമ നൽകുകയും ചെയ്ത് അവസാനം ആ വ്യക്തി ഈ ക്രൂരമായിട്ട് പീഡിപ്പിച്ച ആ വ്യക്തി മാനസാന്തരപ്പെടുകയും അങ്ങനെ ഒരു മൊണാസ്ട്രിയിൽ ചേർന്നുകൊണ്ട് ഒരു സന്യാസിയായി മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷമയുടെ പാഠങ്ങൾ നമ്മൾ സ്വായത്തമാക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത്. അതോടൊപ്പം തന്നെ മദർ തെരേസയുടെ ഒരു സമീപനത്തെക്കുറിച്ചും ഈ ആത്മസംയമനത്തോടു കൂടി സമീപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ മദർ തെരേസ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു ധനികനായ മനുഷ്യൻ്റെ അരികിൽ പോയി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അരി വാങ്ങുവാൻ, ഭക്ഷണ സാധനം വാങ്ങുവാൻ എന്തെങ്കിലും നൽകണമെന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ ആ കരങ്ങളിലേക്ക് ആ മനുഷ്യൻ തുപ്പിക്കൊടുക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ അമ്മ, ഈ മദർ തെരേസ അത് ചുരുട്ടി മാറോട് ചേർത്തുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, എനിക്കുള്ളത് കിട്ടിക്കഴിഞ്ഞു, ഇനി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തരാൻ കഴിയുമെങ്കിൽ തരിക. അപ്പോൾ ആ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് അത് നയിക്കുന്നുണ്ട്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ആ മനുഷ്യൻ മാനസാന്തരപ്പെടുകയും അവിടുത്തെ ചിലവുകളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം കൂടുതലായിട്ട് ഉണ്ടായി എന്നുള്ളത്. അപ്പം വിശുദ്ധരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്ഷമിക്കാൻ കഴിയുക. ഒരു ക്രിസ്തീയ പുണ്യത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയും. ഒരു പക്ഷേ മദർ തെരേസയെ പോലെയോ സെൻറ്റ് ഗൊരേത്തിയെ പോലെയോ ഒന്നും നമുക്ക് ആയിത്തീരാൻ കഴിയില്ല. പക്ഷേ ആ മനോഭാവത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. നമ്മൾ വേദനിക്കുന്ന മനുഷ്യരോട് ക്ഷമിക്കാൻ കഴിയും. അവരത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഇത് സാധ്യമാണ്. അപ്പോൾ മദർ തെരേസ പറയുന്നത്, നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരാൾ നമ്മളോട് പ്രകോപനപരമായിട്ടുള്ള പെരുമാറ്റം ചെയ്താലും നമ്മൾ കൃപയാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ എന്താണ്? ദൈവ കൃപയുടെ അനുഭവം, പ്രാർത്ഥനയുടെ അനുഭവം, അനുദിനവും പ്രാർത്ഥനയിൽ ആഴപ്പെട്ടുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ടൊരു ജീവിതം വഴിയായിട്ട് അവർ സ്വന്തമാക്കിയ ദൈവിക കൃപയും ദൈവിക ബലവുമാണ് ഈ ക്ഷമ എന്നുള്ളത്. ഇത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ സുഖമായിട്ട് അനുവർത്തിക്കാൻ പറ്റുന്ന കാര്യം. പ്രത്യേകിച്ച് നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ നിങ്ങൾ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പല രീതിയിൽ നമ്മളോട് റിയാക്റ്റ് ചെയ്യുന്ന അവസരമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സമചിത്തതയോടുകൂടി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ച ഒരുപക്ഷെ നാളത്തെ മദർ തെരേസയും സെൻറ്റ് ഗൊരേത്തിയും നിങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങളുടെ ജീവിതം ഇതുപോലെ സാക്ഷ്യങ്ങളായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്വമേധയായി വിശുദ്ധരെ പോലെ സാക്ഷികളായിട്ട് തീരുവാനുള്ള ഒരു വിളി കൂടിയാണ് ഈ നേഴ്സസ് മിനിസ്ട്രി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷമിക്കാതിരുന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ബന്ധങ്ങളെയും ആത്മീയ ജീവിതത്തെയും അത് എങ്ങനെ ബാധിക്കുമെന്ന് ഒന്ന് പറഞ്ഞു തരാമോ അച്ഛാ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്ഷമ മനുഷ്യ ജീവിതത്തിന് അനിവാര്യമാണ്. ഒരു വ്യക്തിയോട് എൻ്റെ ഉള്ളിൽ ഒരു നീരസമുണ്ട്, ഒരു വൈരാഗ്യമുണ്ട്, ഒരു പകയുണ്ട്, വിദ്വേഷമുണ്ട്, ഞാനത് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ശവപ്പെട്ടിയുടെ അവസ്ഥയാണ്. നമുക്കറിയാം ശവപ്പെട്ടിക്ക് എന്താണ് പ്രത്യേകത, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? മനുഷ്യരെ അടക്കം ചെയ്യാണ്, മരണശേഷം അവരെ അടക്കം ചെയ്യുന്നത്. പക്ഷേ ഈ പെട്ടിക്ക് വലിയൊരു സൗന്ദര്യമുണ്ട്. അത് എത്ര വില കൂടുന്നോ അതിനനുസരിച്ച് പെട്ടിക്ക് സൗന്ദര്യം. പക്ഷേ അതിൻ്റെ അകത്തിരിക്കുന്ന ബോഡിക്കോ അത് സൗന്ദര്യമാണ്. പക്ഷേ ഇത് 6 അടി മണ്ണിലേക്ക് ആഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസം കഴിയും തോറും അത് ജീർണിക്കാൻ തുടങ്ങും, അതിൻ്റെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മൾ കല്ലറ തുറന്ന് നോക്കിയാൽ പെട്ടിയുടെ രൂപം മനോഹരമായിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജീർണതയും ദുർഗന്ധമാണ്. ഇത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ. പുറമേ നോക്കുമ്പോൾ നല്ല സുന്ദര രൂപരാണ്, പക്ഷേ ഉള്ളിൽ ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ആ ഒരു ദുർഗന്ധം നമ്മുടെ പ്രവൃത്തിയിലെല്ലാം വമിച്ചുകൊണ്ടിരും. നമ്മൾ ആരോടും സമീപിച്ചാൽ ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നമുക്ക് പക വരും, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. അപ്പം നമ്മുടെ ഉള്ളിൽ ഹീലിങ്ങിലേക്ക് പോകേണ്ടി വരും, നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ബലപ്പെടുത്തുവാനും സാധിക്കത്തുള്ളൂ. നമ്മൾ ഒന്നും കാണാതെ ഭാഗ്യമായ മോടികളിൽ ആകൃഷ്ടരായിക്കൊണ്ട് പല സൗഹൃദങ്ങളിലേക്ക് വീഴുന്നുണ്ട്. ഇന്ന് യുവജനങ്ങളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം അത് തന്നെയാണ്. പെട്ടെന്ന് ഒരു ഇൻഫാക്ച്വേഷൻ തോന്നിയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഒരു സ്നേഹത്തിലേക്ക് കടന്നിട്ട് പിന്നെ അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഉപേക്ഷിക്കുന്നു,
പിന്നെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, അല്ലെങ്കിൽ ജ്യൂസിൻ്റെ അകത്ത് വിഷം കലർത്തി കൊടുത്ത് കൊല്ലുന്നു. ഈ ഒരു ടെൻഡൻസി വരുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ ഒരു ക്രിസ്തീയ മൂല്യം അല്ലെങ്കിൽ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ ഭാവം നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷമ എന്നത് സ്നേഹവും സ്നേഹം എന്ന് പറയുന്നത് ക്ഷമയുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമേ വ്യക്തിബന്ധങ്ങളെ ബലപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നു എന്നർത്ഥമുണ്ട്. അപ്പോൾ ഈ വ്യക്തിബന്ധങ്ങളിൽ നമ്മളിത് കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല, അല്ലേ? അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ക്ഷമയെന്ന പുണ്യത്തിൽ വളരുവാൻ അനുദിനവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നമ്മൾ ഏത് വ്യക്തിയെ കണ്ടുമുട്ടിയാലും ഏത് വ്യക്തിയോട് ഒരു ബന്ധം സ്ഥാപിച്ചാലും നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത് എന്താ? ദൈവമേ, ഈ വ്യക്തിയിൽ നിന്ന് കടന്നു വരുന്ന കുറവുകളെ ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. കാരണം അത് ബന്ധത്തെ ബലപ്പെടുത്തും. എന്ത് കുറവുകളുണ്ടെങ്കിലും ഈ വ്യക്തി ആ കുറവുകളോടുകൂടി സ്നേഹിക്കുവാൻ, എൻ്റെ ദൈവസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, ആകർഷിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മുടെ ബന്ധങ്ങളൊക്കെ ദൃഢപ്പെടുകയും അത് നിത്യമായി നിലനിൽക്കുകയും ചെയ്യും. അച്ഛാ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ മറ്റുള്ളവർ ഞങ്ങളോട് പ്രകോപിതരാകുമ്പോൾ നമുക്ക് പലപ്പോഴും അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ക്ഷമയെ കൈവരിക്കുവാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് അതാണ് പറഞ്ഞത്. നമ്മൾ നിരന്തരം, ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഏതൊരു കാര്യത്തിന് പോയാലും ഏതൊരു ശുശ്രൂഷയ്ക്ക് പോയാലും പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ ബലിപീഠത്തിൽ അന്നത്തെ എല്ലാ ശുശ്രൂഷകളും ഞാൻ സമർപ്പിക്കും. എന്നിട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമായ കർത്താവേ, ഞാൻ പോകുന്ന സാഹചര്യങ്ങളും ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളും ദൈവസ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഈ പ്രാർത്ഥന കാരണമാകണം. അപ്പം നമുക്ക് പ്രയറായിട്ട് ദൈവത്തിൻ്റെ ഒരു കൃപ നമുക്ക് മുമ്പേ സഞ്ചരിച്ച് അവിടെ അവരോടൊപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കൃപയിലായിക്കഴിഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയിലായിക്കഴിഞ്ഞു. അപ്പം നമുക്ക് അവരിപ്പോൾ എന്ത് രീതിയിൽ പെരുമാറിയാലും നമുക്കതിനെ പെട്ടെന്ന് ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസികാവസ്ഥ കൃപ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഈശോയെ, നിങ്ങൾക്ക് രോഗികളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കണം. ഇന്ന് ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന ഇന്ന വ്യക്തികളെ ദൈവമേ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, അവരെ സൗഖ്യത്തിലേക്ക് നീ ആനയിക്കണമേ. അതൊരു പ്രാർത്ഥനയാണ്. അതോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥന, ഈശോയെ, ഞാൻ ഇന്ന് പോകുമ്പോൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന നേഴ്സസ്, എൻ്റെ ഹെഡ് നേഴ്സ്, അവരൊക്കെ ശകാരിക്കുന്നതൊക്കെ അവസരം ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ ഉൾക്കൊള്ളാം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് കിട്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും. അപ്പോൾ അതിനെ പോസിറ്റീവാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന സഹായിക്കുക. കൃപയാൽ നിറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കത്തോലിക്ക നേഴ്സ് രോഗികളുമായി ഇടപെടുമ്പോൾ ആത്മസംയമനം പാലിക്കുവാൻ ദൈവവിശ്വാസവും തിരുവചനവും എങ്ങനെ സഹായിക്കും? നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ സ്വീകരിച്ചിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ടോ? നമ്മളോട് മറ്റുള്ളവർ ദേഷ്യപ്പെടുമ്പോഴാണ് ക്ഷമയുടെ പ്രാധാന്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് ക്ഷമയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നത്. അപ്പോഴാണ് ഈ ക്ഷമയെന്ന പുണ്യം നമ്മളിൽ വളർന്നിട്ടുണ്ടോ എന്ന് നമുക്കും മറ്റുള്ളവർക്കും മനസ്സിലാകുന്നത്. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മളതിനെ നിരാകരിക്കാതെ, അല്ലെങ്കിൽ അതിനെ തെറ്റായൊരു സമീപനത്തോടു കൂടി കാണാതെ നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നിലുണ്ടോ എന്ന് എനിക്കും മറ്റുള്ളവർക്കും തിരിച്ചറിയാൻ തരുന്ന അവസരമാണ് ഓരോ പ്രകോപനപരമായിട്ടുള്ള അവസരങ്ങൾ എന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് ക്ഷമിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, എനിക്ക് ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് എനിക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സില്ല, അല്ലെങ്കിൽ ആ പുണ്യം എന്നെയും വളർന്നിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവസന്നിധിയിലേക്ക് മടങ്ങുവാനും ക്ഷമയെന്ന പുണ്യത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനും, പരിശുദ്ധാത്മാവെ നിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറച്ച് നിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ദൈവം തരുന്ന അവസരമായിട്ട് ഇതിനെ കാണാം. അപ്പോൾ പരിശുദ്ധാത്മാവ് കൃപ പ്രദാനം ചെയ്യും. നമുക്കൊരു നീഡ് വന്നു, ഒരാവശ്യം വന്നു, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം കൃപയാൽ നമ്മളെ നിറയ്ക്കുകയും
നമ്മളെ ബലപ്പെടുത്തി. അങ്ങനെയാണ് ദൈവവചനം നമ്മളെ സ്വാധീനിക്കുന്നത്. ദൈവവചനം കൂടുതലായിട്ട് പഠിക്കാനും ആ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവിനോട് നിരന്തരമായിട്ടുള്ള ഐക്യത്തിൽ ജീവിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ വചനം സ്വാധീനിക്കപ്പെടും, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. വളർന്നു വരുന്ന തലമുറയോട് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമ, ആത്മസംയമനം എന്നിവയെ പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? കോറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിങ്ങൾക്ക് എൻ്റെ കൃപ മതി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃപയേക്കാൾ ഉപരി മറ്റു പലതിനെയും അന്വേഷിച്ച് അതിൻ്റെ പിറകിൽ യാത്ര ചെയ്യുന്ന ഒരു സമീപന രീതിയാണ് ഇന്ന് ലോകം മുഴുവനും ഉള്ളത്. അപ്പോൾ കൃപയെ മറന്നുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തും. പക്ഷേ ഇവിടെ ഈശോ പറയുന്നത് നിനക്ക് എൻ്റെ കൃപ മതി എന്ന് വെച്ചാൽ കൃപയ്ക്ക് നിനക്കെല്ലാം തരാൻ കഴിയും എന്നുകൂടി അർത്ഥമുണ്ട്. നമ്മെ സംബന്ധിച്ച് ഈ ക്ഷമയും ദൈവം പറഞ്ഞിരിക്കുന്ന ഫലങ്ങളല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല. ക്ഷമയ്ക്ക് പകരം വേറൊന്നുമില്ല, ക്ഷമ മാത്രമല്ല, നോ അതർ ഓപ്ഷൻസ് ഫോർ ക്രിസ്ത്യൻസ് എന്നുള്ളത്. അപ്പം നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയുകയില്ല. അറ്റ് ദി എൻഡ് നീ ക്ഷമിച്ചിട്ട് മാത്രം ഈശോ പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ പോയി അവനുമായിട്ട് അനുരഞ്ജനപ്പെട്ട് കഴിഞ്ഞിട്ട് വന്ന് ബലിയർപ്പിക്കുക. നോക്കി അതിൻ്റെ പ്രാധാന്യം കണ്ട്. അപ്പോൾ ക്ഷമയേക്കാൾ ഉപരിയായിട്ട് നോ അതർ ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ക്ഷമിച്ചേ മതിയാവൂ, സ്നേഹിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഒരു ക്രൈസ്തവരുടെ ജീവിത സാക്ഷ്യം എന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. അപ്പം ദൈവകൃപയാൽ നിറയപ്പെടുക എന്നുള്ളത്, മനുഷ്യൻ ബലഹീനനാണ്, കുറവുകളുണ്ടാകും. പക്ഷേ ദൈവകൃപ സ്വീകരിക്കാനും അതിനുവേണ്ടി നീ അധ്വാനിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു സമീപനവും അതുതന്നെ. ഞാൻ ശരി, മറ്റുള്ളവരെല്ലാം തെറ്റ് എന്നുള്ളതാണ്. ഞാനും ശരിയാണ്, നീയും ശരിയാണ്. പക്ഷേ തിരുത്തപ്പെടേണ്ട ചില മേഖലകളുണ്ട്, അത് തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ദൈവികമായിട്ടുള്ള പുണ്യം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇന്നത്തെ യുവതലമുറയും പഠിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ ഈ എല്ലാത്തിനെയും ഉൾക്കൊള്ളുമ്പോൾ കുറവുകളോടുകൂടി ഉൾക്കൊള്ളുവാൻ കഴിയുക എന്നതും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക പുണ്യത്തിൽ വളരുവാൻ കഴിയുക എന്ന് വിവേചിച്ചറിയാൻ, ഏതാണ് സത്യം, ഏതാണ് തെറ്റ്, ഏതാണ് കൃപയുടെ വഴി, ഏതാണ് ശരിയുടെ വഴി എന്ന് തിരിച്ചറിയുവാൻ ദൈവകൃപയാൽ നിറയും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടും. നമ്മുടെ മക്കളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്, ദൈവമേ നിൻ്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. ദാവീദ് പറയുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിന് വലിയൊരു റോളുണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ട് മനുഷ്യ ജീവിതത്തിൽ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുകയും ചെയ്യണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. അവർ നേരായ മാർഗത്തിൽ ജീവിക്കുവാൻ അവർക്ക് കഴിയും. സഹനശക്തിയും ജീവിത വിശുദ്ധിയും കൈവരിക്കുവാൻ ഈ പ്രാർത്ഥനാ ജീവിതം ഏറെ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ നേഴ്സസ് മിനിസ്ട്രി ക്രിസ്തുവിൻ്റെ കാരുണ്യം മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു വഴിയാണ് നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം. അതുവഴിയായിട്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതം വഴി കാണിച്ചു കൊടുക്കുവാനും ക്ഷമയുടെയും ആത്മസംയമനത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് നേരുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു ശുശ്രൂഷയിൽ എന്നോടൊപ്പമായിരുന്ന പ്രിയപ്പെട്ട മഞ്ജു ചേച്ചിക്കും ഷീബ ചേച്ചിക്കും പ്രത്യേകമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവനാമത്തിൽ നേരുകയും ചെയ്യുന്നു. അച്ഛ, ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മസംയമനത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും ആഴമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ അച്ഛന് നന്ദി പറയുന്നു. നന്ദി അച്ഛൻ. താങ്ക് യു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് ബലഹീനരായ നമുക്ക് ആത്മസംയമനം പാലിക്കുന്നതിനും മറ്റുള്ളവരോട് പരിപൂർണമായി ക്ഷമിക്കുന്നതിനും സാധിക്കുന്നത്. ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യത്തിൽ വചനം പറയുന്നു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനിലൂടെ
പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ ക്ഷമ, ആത്മസംയമനം ഇവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലും ആത്മസംയമനം പാലിക്കുന്നതിനും ദൈവനാമത്തിൽ പരസ്പരം ക്ഷമിക്കുന്നതിനും വേണ്ടിയുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.